ആചാരാനുഷ്ഠാനങ്ങളോടെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ തിരുവോണത്തോണിക്ക് സ്വീകരണം നൽകി. തോണിയെ സ്വീകരിക്കാനും മങ്ങാട്ട് ഭട്ടതിരിയിൽ നിന്നും അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനും ക്ഷേത്രത്തിനകത്തും പുറത്തും വൻ ഭക്തജന തിരക്കായിരുന്നു. ഭക്തജനങ്ങൾ തിരുവോണ സദ്യയും കഴിച്ചാണ് മടങ്ങിയത്. ഈ മാസം 30 നടക്കുന്ന പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയോടെയാണ് ഓണാഘോഷങ്ങൾക്ക് സമാപനമാവുക. സെപ്റ്റംബർ 16 വള്ളസദ്യ കഴിയുന്നതോടെ ആറന്മുളയിലെ 2 മാസം നീണ്ടുനിന്ന വള്ളസദ്യ വഴിപാടുകൾക്കും സമാപനമാകും. പ്രസാദ് എം ജെ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തിരുവോണ നാളിൽ ആറന്മുളേശ്വരന് തിരുവോണ സദ്യ കഴിക്കുവാനും ഒരു വർഷത്തേക്കുള്ള വിഭവസമൃദ്ധമായി കാട്ടൂരിൽ നിന്നും പുറപ്പെട്ട തിരുവോണത്തോണി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിൽ തിരുവോണ സദ്യ നടക്കുകയാണ്. ഇനിയുള്ള 3 നാൾ കഴിഞ്ഞാൽ ലോകപ്രസിദ്ധമായിട്ടുള്ള ആറന്മുള ഉത്രട്ടാതി ജലമേള നടക്കുകയാണ്. അതിനോടൊപ്പം തന്നെ വഴിപാട് വള്ളസദ്യയൊക്കെ ഉണ്ട്. ഇതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകാനാക്കി പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രസിഡന്റ് കെ വി സാമ്പദേവൻ നമ്മളോട് ചേരുന്നു. ഇന്നത്തെ ചടങ്ങുകളും തിരുവോണത്തിന്റെ ബാക്കി എല്ലാവർക്കും തിരുവോണാശംസകൾ. പാരമ്പര്യ രീതിയിൽ ആചാര അനുഷ്ഠാനങ്ങളോടെ തിരുവോണത്തോണി കാലത്ത് ക്ഷേത്രത്തിന്റെ വടക്കേ നടയിലെത്തി വിഭവങ്ങളെല്ലാം തന്നെ ക്ഷേത്രത്തിനുള്ളിലേക്കും കെടാവിളക്കായിട്ട് സൂക്ഷിക്കുന്ന ഭദ്രദീപം അമ്പലത്തിനുള്ളിലേക്കും കൊണ്ടുപോവുകയും ഭക്തജനങ്ങളെല്ലാം കണ്ട് തൊഴുകയും ചെയ്തിട്ടുണ്ട്. അതിനു ശേഷം ഇവിടെ സദ്യയും നടക്കുന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടൂരിൽ നിന്ന് എത്തുന്ന വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള സദ്യ പ്രത്യേകമായിട്ട് നടന്നിട്ടുണ്ട്. അതുകൂടാതെ ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന ഇവിടെ വരുന്നവർക്കുള്ള അന്നദാനം ഊട്ടുപുരയിൽ നടക്കുന്നുണ്ട്. അവിടെ വരുന്നവർക്കെല്ലാം തന്നെ ഭക്ഷണം കൊടുത്തു വിടുക എന്നുള്ളത് ഒരു പതിവാണ്. ഇത് വള്ളസദ്യ അല്ല, ഭക്ഷണം. ഇന്നത്തെ തിരുവോണ സദ്യ അവർക്കെല്ലാം നൽകുന്നുണ്ട്. ഈ കൊല്ലത്തെ ആറന്മുള ജലമേള ആഗസ്റ്റ് 30 നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. ഭാരതത്തിന്റെ വൈസ് പ്രസിഡന്റായ ബഹുമാന്യ CP രാധാകൃഷ്ണൻ സാറാണ് ഇത്തവണത്തെ ജലമേള ഉദ്ഘാടനം ചെയ്യുന്നത്. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അലേർക്കർ അതിൽ പങ്കെടുക്കുന്നുണ്ട്. ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല, അതുപോലെ MP-മാര്, MLA-മാര്, റോഷി അഗസ്റ്റിൻ, മോൻസി ജോസഫ്, അതുപോലെ ഉള്ള വിശിഷ്ട വ്യക്തികളും ഇക്കൊല്ലത്തെ ജലമേളയിൽ വിശിഷ്ടാതിഥികളായി എത്തുന്നുണ്ട്. 1:30 ജലഘോഷയാത്രയും 3 മണിക്ക് മത്സരവള്ളംകളിയും നടക്കും. 5 മണിയോടുകൂടി വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്ത് പര്യവസാനിക്കത്തക്ക രീതിയിലാണ് ഇക്കൊല്ലത്തെ ജലമേള സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും ഭംഗിയായി അതുപോലെ ചിട്ടയോടും കൂടി നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ജലമേളയ്ക്കും ചെയ്തിട്ടുണ്ട്. ആറന്മുള ഗ്രാമപഞ്ചായത്ത് ഈ വർഷം മുതൽ ഒരു എവറോളം ട്രോഫിയും മറ്റു കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിന്റെ ആറന്മുള പഞ്ചായത്ത് പ്രത്യേകമായ 2 ട്രോഫികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. A ബാച്ചിനും B ബാച്ചിനും ഏറ്റവും നല്ല രീതിയിൽ പാടിക്കളിച്ച് തുഴയുന്ന ഓരോ പള്ളിയോടങ്ങൾക്കുള്ള ഫസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നതിനായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അത് തരാനിരിക്കുന്നതേ ഉള്ളൂ. അത് തീർച്ചയായിട്ടും ഇക്കൊല്ലത്തെ ഈ വിജയികളെ നിശ്ചയിക്കുമ്പോൾ അത്തരത്തിലുള്ള ആളുകളെ നിശ്ചയിച്ചിട്ട് അത് കൊടുക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ്. പ്രധാനപ്പെട്ട ട്രോഫി 1ാം സ്ഥാനം കിട്ടുന്നതിന് മന്നൻ ട്രോഫിയാണ്. അതുകൂടാതെ അനേകം ട്രോഫികൾ ഓരോരുത്തർ സ്പോൺസർ ചെയ്തതും 1, 2, 3 മുതൽ 8 വരെയുള്ള സ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇനി വള്ളസദ്യ ഇനി എന്ന് മുതലൊക്കെയാണ് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? ഏതൊക്കെ ദിവസങ്ങളാണ് അഷ്ടമിരോഹിണി വള്ളസദ്യ? അതൊക്കെ വള്ളസദ്യ ഇതുവരെ 560ഓളം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പകുതി കൂടുതൽ വള്ളസദ്യകൾ നടന്നു കഴിഞ്ഞു. ബാക്കിയുള്ള വള്ളസദ്യകൾ സെപ്റ്റംബർ 16 വരെയുള്ള കാലങ്ങൾ കൊണ്ട് നടക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം അഷ്ടമിരോഹിണിയുണ്ട്, അതുകൂടാതെ വള്ളംകളിയുമുണ്ട്. ഈ 2 ദിവസം ഒഴിച്ച്, അതായത് ഓഗസ്റ്റ് 30, സെപ്റ്റംബർ 4, ഈ 2 ഡേറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ശരാശരി 10 വള്ളസദ്യകളോളം നടക്കുന്നുണ്ട്. 17 വള്ളസദ്യകൾ നടന്ന ദിവസങ്ങളുമുണ്ട്. 18 വരെ നടത്താനായിട്ടുള്ള ക്രമീകരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. വള്ളസദ്യ സെപ്റ്റംബർ 16 തന്നെ അവസാനിക്കും. കാരണം പള്ളിയോടങ്ങളിൽ കൂടുതൽ സമയം വെള്ളത്തിടുന്നത് ദോഷകരമായതുകൊണ്ട് 2 മാസമാകുകയാണ്. അപ്പോൾ അത് പൂർത്തിയാക്കുന്ന മുറയ്ക്ക് തന്നെ സെപ്റ്റംബർ 16 എല്ലാ പള്ളിയോടങ്ങളും കരയ്ക്ക് കയറ്റാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടുകൂടി ഈ വർഷത്തെ ഓണാഘോഷങ്ങളും ആറന്മുളയിലെ പറ്റിയുള്ള ചടങ്ങുകൾക്കെല്ലാം സമാപനം. പള്ളിയോടങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകളും അതോടുകൂടി അവസാനിക്കും. പിന്നെ അടുത്ത കൊല്ലമായിരിക്കും വീണ്ടും തുടങ്ങുന്നത്. ഈ വർഷത്തെ ഓണാഘോഷത്തിന് അതുപോലുള്ള ചടങ്ങുകൾക്കെല്ലാം സെപ്റ്റംബർ 16 കൂടിയുള്ള ചടങ്ങുകൾ കൂടി അവസാനിക്കും. കേരള വിഷൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് എം ജെ, പത്തനംതിട്ട.